Hello, hi everyone. Thank you all for joining this webinar. Let me give you an introduction to myself. My name is Arun Krishnan, and I'm a full-time trader, co-founder at FinSpell. So I hope this will change your life. Okay, I'm going to teach you all about financial freedom. And thank you, Akil sir. Thank you for this warm welcome. Thank you so much. So shall we start our session? Okay, okay, Arun, we can start. Okay, thank you. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു വെബിനാറിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഇസ് അബൌട്ട് ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ എഡ്ജ് ഇൻ അവർ ലൈഫ്, റൈറ്റ്? അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒരു 25 to 27 ഇയേഴ്സ് ആയാലും നമ്മളിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. സോ വി ഇൻറ്റൻഡ് ടു പ്രൊവൈഡ് യു ഹൗ ടു ബി ഫിനാൻഷ്യലി ഫ്രീ. നമ്മളെല്ലാവരും ഒരു ദിവസം എണീക്കുന്നു, നമ്മളെല്ലാ ദിവസവും രാവിലെ എണ്ണീറ്റ് ഓടുന്നത് ജോലിക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ഓടും. എല്ലാ മാസം നമുക്കൊരു പൈസ ഉണ്ടാക്കുക, ബിസിനസ്സിനാണെന്ന് പറഞ്ഞ് പോകും, നമ്മൾ പൈസ ഉണ്ടാക്കുക. അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും ദിവസത്തെയും ഒരു ചെയിനകത്ത് പെടുന്ന ഒരു സംഭവമാണ് ഈ മണി. സോ എവറി ഡേ വി ആർ വർക്കിംഗ് ഫോർ മണി, റൈറ്റ്? സോ ടുഡേ I am going to open another door which will show you how you can make money work for you. എല്ലാ ദിവസവും we are working for money, right? So why not think about it like this? We make money work for us. ഓക്കെ, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? സി, ലൈഫിൽ നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒരു ഒറ്റ സാധനം എന്ന് പറഞ്ഞാൽ സമയമാണ്. ഓക്കെ, യു ക്യാൻ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക്. ഒരിക്കൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പൈസ, സമയം, ഇത് തമ്മിൽ ഒരു വലിയ റിലേഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ സമയം കൊടുത്താണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. സമയം വിറ്റ് 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 നമ്മൾ കൂടുതൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റില്ല. സോ മാക്സിമം എൻജോയ് യുവർ ലൈഫ്, ട്രാവൽ എ ലോട്ട്, എക്സ്പ്ലോർ തിങ്സ്, read a lot of things, lot of motivational books or maybe financial books, anything. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്യാൻ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മണി. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വീക്ക് ആവും. സോ ഐ ഷുഡ് ബി ഹാവിങ് സം കൈൻഡ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഐ ഷുഡ് ഹാവ് സം ലൈഫ് ഇൻഷുറൻസ് സ്കീം ഓർ ഐ ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സം ബിസിനസ്. ഇങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ നമ്മുടെ ഒരു നല്ല ടൈം വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കും ഫോർ മണി, റൈറ്റ്? സോ ഒരു ഇപ്പം നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലേ? ഞാനും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനും നിങ്ങളുടെയൊക്കെ ഒരു പ്രായക്കാരനാണ്. ഓക്കെ, 2 years സ്റ്റോക്ക് മാർക്കറ്റിൽ 2 years ഞാൻ വർക്ക് ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയ ഫീൽഡാണ്. ശരിക്കും പറഞ്ഞാൽ 1 രൂപ വേണമെങ്കിൽ പറയാം, 1 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. സോ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ വി കുഡ് മേക്ക് അറൌണ്ട് 50 lakhs റവന്യൂ. അപ്പോൾ ഈ 23 വയസ്സ്, ഇപ്പം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് 22 വയസ്സ്, ഇപ്പം എനിക്ക് 24 വയസ്സ്, ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 24ാമത്തെ വയസ്സിൽ ഐ കുഡ് മേക്ക് എ വെരി ഗുഡ് വെൽത്ത് ഔട്ട് ഓഫ് ദിസ്. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതിലൂടെ വേണമെങ്കിലും വെൽത്ത് ജനറേറ്റ് ചെയ്യാം. പക്ഷേ അത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വിൽ പവർ ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ലെറ്റ് മീ കോട്ട് ദിസ്. റോബർട്ട് കിയോസാക്കിയുടെ ഒരു ബുക്കുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബുക്കില്ല. നമ്മൾ ജോലി എടുക്കുകയോ നമ്മൾ ബിസിനസ് ചെയ്യോ എന്തും ആയിക്കോട്ടെ, എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ കയ്യിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൗ മച്ച് വി കുഡ് സേവ്, ഹൗ മച്ച് വി കുഡ് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് എ റിയൽ ക്വസ്റ്റ്യൻ ഹിയർ. ഗോട്ട് ഇറ്റ്? അപ്പം നമ്മൾ ത്രൂ ഔട്ട് ദിസ് കോഴ്സ് വി ആർ ഗോണ ലേൺ അബൌട്ട് ഹൗ ടു ബി ഫിനാൻഷ്യലി ഫ്രീ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് അവൈലബിൾ ആണ്. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മൾ തരുന്നതായിരിക്കും. സെഷൻ കഴിഞ്ഞിട്ട് വിൽ കീപ്പ് അറൌണ്ട് 10 minutes ഓർ സംതിങ്, ലൈക്ക് ആസ് പീപ്പിൾ സേ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 minutes ഒരു ടൈം തരാം നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വിൽ ഓൾസോ ഷോ യു വാട്ട് വി ഡു ആക്ച്വലി, ഹൗ വി മേക്ക് പീപ്പിൾ ഫിനാൻഷ്യലി ഫ്രീ. ഞങ്ങളുടെ ഒരു മീഡിയം ഇസ് ഓൾ അബൌട്ട് making money from stock market. So we'll also teach you how to be financially free. Okay, now let's start. Okay, so stock market എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ഇസ് നത്തിങ് ബട്ട് ഒരു മാർക്കറ്റ് പ്ലേസ്. അവിടെ കുറേ ആൾക്കാർ ഒത്തുകൂടുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ദേ ഡോണ്ട് നോ ആക്ച്വലി വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദെയർ.
കുറെ പേര് വന്നു, എന്തൊക്കെയോ കുറെ ട്രാപ്പുകളിൽ പെടുന്നു, കാശ് നഷ്ടപ്പെടുന്നു. അങ്ങനെയല്ല ശരിക്കും ഇവിടുത്തെ സിനാരിയോ. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം. അത് കഴിഞ്ഞിട്ട് വിൽ ടോക്ക് അബൌട്ട് ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. എങ്ങനെ നമുക്ക് കിട്ടുന്ന സാലറിയെ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ എക്സ്പെൻസുകളെല്ലാം ഒരു പാസീവ് ഇൻകത്തിലൂടെ എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം. ഓക്കെ, സോ നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളുടെ ഇവിടെ സാധാരണ കാണുന്ന ഒരു മാർക്കറ്റ് പ്ലേസ്. ഇപ്പം എറണാകുളത്ത് നമ്മളൊരു മാർക്കറ്റ് ഉണ്ട്. എറണാകുളം മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? കുറേ ആൾക്കാർ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വരുന്നു, കുറേ ആൾക്കാർ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വരുന്നു, അല്ലേ? സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. എന്താണ്? അവിടെ വിൽക്കപ്പെടുന്ന പ്രൊഡക്ട്സ്. അവിടെ ഈ പറഞ്ഞ പോലെ പച്ചക്കറി, പലവ്യഞ്ജന സാധനങ്ങൾ, മത്സ്യം, മാംസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ സെയിൽ ചെയ്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഷെയർ മാർക്കറ്റും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ ആൾക്കാർ എന്തൊക്കെയോ വാങ്ങാൻ വരുന്നു, കുറേ ആൾക്കാർ എന്തൊക്കെയോ വിൽക്കാൻ വരുന്നു. ഈ വിൽക്കുന്ന ആൾ തന്നെ വാങ്ങുന്ന ആളായി മാറും, കുറച്ച് കഴിയുമ്പോൾ വാങ്ങുന്ന ആൾ തന്നെ വിൽക്കുന്ന ആളായി മാറും. അങ്ങനെ ഷെയർ മാർക്കറ്റിൽ എന്തൊക്കെയൊക്കെയോ അവിടെ ട്രാൻസാക്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത് വേറൊന്നുമല്ല, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ അസറ്റ്സ്. എന്ന് വെച്ചാൽ കമ്പനികളുടെ ഷെയർസ്, അല്ലെങ്കിൽ ഇക്വിറ്റീസ്, ഫോറക്സ്, അല്ലെങ്കിൽ കമ്മോഡിറ്റീസ്, ബോൺസ്, ഇങ്ങനത്തെ കുറെ ഫിനാൻഷ്യലി, ഓക്കെ, മോണിറ്ററി ടേംസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ സെയിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നൗ, എന്തിനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് HDFC ബാങ്കിന്റെ കുറച്ച് ഷെയറുകൾ മേടിക്കണം. എനിക്ക് HDFC ബാങ്കിന്റെ ഒരു ഓണറായി മാറണം. എനിക്ക് നേരെ HDFC ബാങ്ക് ഇവിടെ പാലാരിവട്ടത്തുള്ളൊരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് കുറച്ച് ഷെയർ വേണമെന്ന് ചോദിച്ചൂടെ? അല്ലെ എനിക്ക് എന്തുകൊണ്ടൊരു കടയിൽ കിട്ടുന്നില്ല? അല്ലെങ്കിൽ വേറെ എവിടെ എൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഷെയറുകൾ വിറ്റൂടെ? പറ്റില്ല. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും റെഗുലേറ്റഡ് ആയിരിക്കണം, അല്ലേ? എപ്പോഴും അതിന്റെ അണ്ടറിൽ ഒരു റെഗുലേഷൻ വേണം. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് പ്രിമൈസസ് എന്ന് വെച്ചാൽ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കേണ്ടത്. ഈ ഷെയർ മാർക്കറ്റ് എന്തിനാണ് കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ഈ കമ്പനികളൊക്കെ ഓരോ ഓഹരി വിപണി താഴേക്ക് പോയി മുകളിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു ലോജിക് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നൗ സി, നമുക്ക് ഒരുപാട് കമ്പനീസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്, അല്ലേ? ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഷെയർ മാർക്കറ്റിന്റെ ഫുൾ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പനിയിലൂടെ പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, സോ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫുൾ ടൈം കരിയർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട് ടൈം കരിയർ ആയിട്ട് എടുക്കാം. പക്ഷേ ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഒരു കാരണവശാലും ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ആയി പോകരുത്. ഇഫ് യു ഡോണ്ട് ഈവൻ കം ടു അസ്, ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഗോ ടു എനി മെന്റേഴ്സ്, ഏത് അഡ്വൈസറീസിന് അടുത്ത് പോയാലും നമ്മൾ സ്വന്തമായിട്ട് ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ. ഇപ്പോഴും ഏകദേശം ഇന്ത്യയുടെ 6% പോപ്പുലേഷന് ഷെയർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIPs അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ കൾച്ചറാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോകേണ്ട സമയം ഞാൻ കഴിയും. അതിനുള്ള റീസൺസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം 7% മുകളിൽ ഇൻഫ്ലേഷൻ റേറ്റ് നിൽക്കുന്ന സമയത്ത് 6% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലർ ചോദിക്കും, സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് അല്ലേ, 6% ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിയാലും എന്താ കാര്യം? അവിടെ സേഫ് ആയിട്ട് ആ പൈസ കിടന്ന് ഗ്രോ ചെയ്യുമല്ലോ. 6% ഗ്രോ ചെയ്തിട്ട് എന്താ കാര്യം? 7% ഇൻഫ്ലേഷൻ റേറ്റ് വരുന്ന സമയത്ത്, ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്, ഓവർ ദ ഇയർ ഓരോ സാധനങ്ങളുടെ വിലയിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് 7% അറൗണ്ട് ആണ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത്രയും റൈസ് ഇൻ പ്രൈസ് വരുന്ന സമയത്ത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1,06,000 രൂപയ്ക്കടുത്തേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ റൈറ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, റൈറ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങളുടെ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന 1.5 ലക്ഷം രൂപ ഒരു വർഷത്തിനുള്ളിൽ 25% ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു 50% ഗ്രോത്ത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 50% ഗ്രോത്ത് ആണ്. 50% ഗ്രോത്ത് നമുക്ക് കിട്ടും ഇഫ് യു നോ ദ റൈറ്റ് കമ്പനി. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് അബൌട്ട് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് അത് തന്നെയാണ്. നമ്മൾ റൈറ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. Okay, so I am going to teach you what happens in stock market. What are the things going on here? There are a lot of things going on. So I'm going to teach you what are the major things that is going on in stock market. Okay, അപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയ ഉണ്ട്. ഐഡിയ ഒക്കെ മാറ്റി വെച്ചിട്ട്
ഞാൻ എൻ്റെ ഒരു ട്രഡീഷണൽ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ്, ഒരു ചെറിയ ബിസിനസ് ആയിരിക്കാം. സോ ഞാൻ എന്താ പറയുക, ഇപ്പം നിങ്ങളെ പോലെ എഞ്ചിനീയറിംഗ് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യും, സിവിലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി ഈ പറയുന്ന കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഫാദേഴ്സ് ആയിട്ട് തുടങ്ങിയ ഒരു കൺസ്ട്രക്ഷൻ ഫേം ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ഫേം ആണ്. പക്ഷെ അതിന്റെ ഗ്രോത്ത് ഇസ് ലിമിറ്റഡ് ടു കേരള ഓൺലി. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഈ കമ്പനി എന്നാന്ന് ടേക്ക് ഓവർ ചെയ്തേക്കാന്ന് വിചാരിക്കും. കമ്പനി ടേക്ക് ഓവർ ചെയ്തു എൻ്റെ ഫാദറിൻ്റെ നിന്ന്. ഞാൻ അങ്ങനെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, സോ ഐ ഹേർഡ് ദാറ്റ് പ്രൈമറിഡിയൻ്റെ ഒക്കെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ രീതിയൊക്കെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് 48 hours 1300 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് അവർ പണി വിതിൻ 48 hours. ഒരു പുതിയ ടെക്നിക്ക് എന്തോ അവർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. സോ എനിവേ ദാറ്റ് ഇസ് വെരി ഗുഡ്, റൈറ്റ്? ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്തോ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു വിത്തിൻ 48 hours. ദാറ്റ് ഇസ് ലൈക്ക് ഒരു 1300 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ ടെക്നിക്ക്. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനത്തെ കുറേ ടെക്നിക്സും കാര്യങ്ങളും ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ കമ്പനി കയറി ഹിറ്റായി. ഒരു 5 വർഷത്തിനുള്ളിൽ കമ്പനി കഴിഞ്ഞ കുറേ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒക്കെ 10 ഇരട്ടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും നമ്മൾ പോയി അവിടുന്ന് പിന്നെ വീണ്ടും നമ്മൾ എങ്ങോട്ടേക്കാണ്, നമ്മൾ സൗത്ത് ഇന്ത്യ ഫുള്ള് കവർ ചെയ്തു, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. കമ്പനി ഭയങ്കര ഹിറ്റായി. ഓക്കെ, ഒരു LTA പോലെയോ LNTA പോലെയൊക്കെ ഉള്ള ഒരു വലിയൊരു ഫേമായി മാറിയിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, ആ ഒരു ബേസിസിൽ നിൽക്കുന്ന സമയത്ത് കമ്പനി വളരുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? കമ്പനി വളരുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ കണ്ടെത്തണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പൈസ അങ്ങോട്ട് ഇടുന്നു, 2 ഇരട്ടി ഇങ്ങോട്ട് വരുന്നു. അതാണല്ലോ നമ്മുടെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ. സോ ബിസിനസിന്റെ കാര്യം വരുമ്പോൾ പൈസ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സി, കമ്പനി എത്ര വളർന്നു എന്നുള്ളതല്ല, കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. സി, നമുക്ക് എല്ലാ മാസവും ചിലപ്പോൾ ഒരു 10 കോടി 20 കോടിയുടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും നമ്മൾ ഒരിക്കലും ഈ 20 കോടി രൂപ ആ ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രോഫിറ്റ്, നമ്മൾ ഉദ്ദേശിച്ച ഒരു എക്സ്പാൻഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരേ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വീണ്ടും ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് നല്ല പരിപാടിയാണ്, പക്ഷെ നമ്മുടെ ഗ്രോത്ത് ഉണ്ടല്ലോ ഭയങ്കര ലിമിറ്റഡ് ആയി പോകും. എല്ലാ മാസവും 20 കോടി വെച്ച് 10 മാസത്തേക്കാകുമ്പോൾ 200 കോടി രൂപയ്ക്ക് എടുത്ത് ഞാൻ ഒരു വർഷം ബിസിനസ്സിലേക്ക് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യണം. എന്തായാലും അത്ര ഇടില്ല, ഞാനൊരു 150 കോടി ഇട്ടെന്ന് വിചാരിക്കട്ടെ. ഒരു 1500 കോടിയുടെ പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും 150 കോടി രൂപ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രൊജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കമ്പനി വേണമെങ്കിലും നിങ്ങൾ എടുത്തു, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നായിരിക്കട്ടെ. നിങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സയൻസ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ടെക്നിക്കൽ നോളജ് നിങ്ങളുടെ ഭയങ്കര ഹൈ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങളുണ്ടായിരിക്കും. ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാരലൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇന്നോവേഷൻസിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളൊരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഫണ്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സി, ഓയോ വളർന്നതോ ബൈജൂസ് വളർന്നതോ അങ്ങനെ തന്നെയാണ്, മനസ്സിലായില്ലേ? ബൈജൂസ് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവത്തിന് കോടിക്കണക്കിൻ്റെ ഫണ്ടിങ് കിട്ടി. ഓക്കെ, ഇപ്പം പുള്ളി ഏകദേശം ഒരു 19,000 കോടിക്ക് അടുത്താണ് പുള്ളിയുടെ ആസ്തി വരുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഫണ്ടിങ്ങിലൂടെയാണ്. സി, നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഈ പറയുന്ന പോലെ അയ്യോ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കാശില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിവെക്കരുത്. നിങ്ങൾ ഐഡിയ ഇനിഷ്യേറ്റ് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊരു കമ്പനി ആണെങ്കിലും ഒരു ലാർജ് സം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് സം സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് അറിയോ, അവർക്ക് ഒരുപാട് പെട്ടെന്ന് വളരാൻ കഴിയും. ഓക്കെ, അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തന്നെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മുടെ ഐഡിയാസിനെ എപ്പോഴും എന്ത് ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കലും കാശില്ല എന്നുള്ളത് നിർത്തി വെക്കരുത്. നമ്മുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. ഓക്കെ, നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കൺട്രിയാണ് അത്. പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ലൈക്ക് നമ്മൾ ഈ മാർക്കറ്റിൽ ഇത്രയും നാൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പറയാണ്, ഈ ഒരു രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ ഇസ് വെരി ഹൈ ആക്ച്വലി. റിഗാർഡ്ലെസ് ഓഫ് ദ ഗവൺമെന്റ് റൂളിങ്, ഏത് ഗവൺമെന്റ് ആണോ റൂൾ ചെയ്യുന്നത് അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇവിടുത്തെ ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്തൊരു ബേസ് ഉണ്ട്. അത് വേറെ ഏത് സ്റ്റാർട്ടപ്പുകളെയും പൊക്കിക്കൊണ്ട് വരാനുള്ള ഒരു കഴിവ് ഇവിടുത്തെ എക്കോണമിക്കുണ്ട്. ഓക്കെ, സോ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, എനിവേസ്, അപ്പോൾ എൻ്റെ കമ്പനി, കൺസ്ട്രക്ഷൻ കമ്പനി, വലിയ വർക്കുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഫണ്ടിന്റെ റിക്വയർമെന്റ്, ഗവൺമെന്റ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഫണ്ടിന്റെ റിക്വയർമെന്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് എവിടെന്നെങ്കിലും ഒപ്പിച്ചാലോ എന്ന് വിചാരിക്കും. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഒപ്പിക്കും. ഫസ്റ്റ് എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഓക്കെ, കുറച്ച് പൈസ കമ്പനിയിൽ നിന്ന് റെഡിയാക്കി എടുത്താലോ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ഞാൻ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്താലോ എന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ ഐഡിയ, പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ഞാൻ എന്ത് ചെയ്യും, റിസർവ് ആയിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് ഞാൻ കൂട്ടി വെക്കും ഇങ്ങനെ. എന്നിട്ട് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ കൊണ്ടുപോകും. ആ രീതിയിൽ നിൽക്കുന്ന ഒരു സംഭവത്തിനാണ് ഈ റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. റീറ്റേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എടുത്ത് മാറ്റി വെക്കും. അത് ആ ഇയറിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ അത് പ്രോഫിറ്റ് ഇങ്ങ് വിഡ്രോ ചെയ്യും.
അങ്ങനെ റീറ്റേൺ ഏർണിങ്സ് ഞാൻ നോക്കിപ്പോയി. അപ്പം എൻ്റെ മനസ്സിലുണ്ട് റീറ്റേൺ ഏർണിങ്സ് കൊണ്ട് എന്താവാനാ, എൻ്റെ റിക്വയർമെന്റ് ചിലപ്പോൾ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യണം, ദ റൈറ്റ് മൂമെന്റ്, ഇതാണ് റൈറ്റ് മൂമെന്റ്. ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആ പ്രൊജക്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടു, കമ്പനി പിന്നെ അടിയിലേക്ക് പോകും. സി, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വൺസ് യു സ്റ്റാർട്ട് ഇറ്റ്, അത് നിങ്ങൾക്ക് എവിടെയും പോയി എത്തിക്കാൻ പറ്റില്ല. ഈ ഗ്രോത്തിന് ടോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ ആ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഫണ്ട് റേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ലോൺ എടുത്താലോ. അടുത്ത ഓപ്ഷൻ ഇതാണ്, കുറച്ച് ക്യാഷ് ലോൺ എടുത്താലോ എന്ന് വിചാരിക്കും. ഡെപ്റ്റിന്റെ ചെറിയ പ്രശ്നം അറിയാലോ, നിങ്ങളൊക്കെ ലോൺ എടുത്ത് വീട് വെക്കുന്നവരായിരിക്കാം, കാർ മേടിക്കുന്നവരായിരിക്കാം. അതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നം എന്താ, റീപേയ്മെന്റ് കമ്പൽസറിയാ. പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കണം. വല്ലാത്തൊരു പ്രശ്നമാണല്ലേ. അതാണ് ഇവിടുത്തെയും പ്രശ്നം. ഇപ്പൊ നമ്മുടെ വിജയ് മല്യ ആണെങ്കിലും നീരവ് മോദി ആണെങ്കിലും ചോക്സി ആണെങ്കിലും ഇവരൊക്കെ പോയതിന്റെ കാരണം എന്താ, ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പൈസയില്ല, റീപേയ്മെന്റ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി അല്ലെ. ഈ പറയുന്ന ടീമുകളിലൊക്കെ പ്രശ്നം തന്നെയാണ്. ഈ കമ്പനികളാണെങ്കിലും ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുത്തു, നിങ്ങളൊരു കാർ മേടിച്ചു. ഈ കാർ മേടിക്കുമ്പോൾ ഒരു 20,000 മന്ത്ലി നമുക്കൊരു EMI എന്ന് പറയുന്നൊരു എമൗണ്ട് അല്ലേ, നമ്മുടെ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് അക്കൗണ്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ക്യാഷ് നമ്മൾ ഈ ഒരു മാസം കാർ ഉപയോഗിച്ചില്ല എന്നും പറഞ്ഞ് ബാങ്ക് എടുക്കാണ്ടിരിക്കും. ഈ ഒരു മാസം, ഈ മെയ് മാസം ഞാൻ കാർ ഉപയോഗിക്കുന്നേ ഇല്ല, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാർ വേണ്ട, ഞാൻ തൽക്കാലം ബൈക്കോ അല്ലെങ്കിൽ ഓട്ടോ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കാർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ നീ പറഞ്ഞ എമൗണ്ട് അവർ ഡിഡക്ട് ചെയ്യാണ്ടിരിക്കുമോ? നിങ്ങൾ ആ കാർ ഉപയോഗിച്ചോ ഇല്ലയോ, ആർക്കെങ്കിലും കൊടുത്തോ, അതെവിടെയും മോഷണം പോയി, ഇതൊന്നും ബാങ്കിന് അറിയണ്ട. ബാങ്കിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ ലോൺ എടുത്ത് കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും EMI റീപേയ്മെന്റ് കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കണം. ബിസിനസിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെ തന്നെ, നമ്മൾ ഇത്രയും ഫണ്ട് എടുത്ത് തുടങ്ങി അവസാനം വരെ ലോക്ക്ഡൌണോ കാര്യങ്ങളോ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺസർട്ടൺ ഇവന്റ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ റീപേയ്മെന്റ് കമ്പൽസറി ആണ്. ബിസിനസ് ഡൗൺ ആയിപ്പോയെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാപ്പരാവുന്ന ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാങ്കുകളോട് ഒരിക്കലും അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ബാങ്കുകൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയിരിക്കണം. ഡെപ്റ്റിന്റെ ഒരു ചെറിയ പ്രശ്നം അതാണ്, റീപേയ്മെന്റ് ഇസ് കമ്പൽസറി. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസിലും എനിക്കൊരു പേടി തോന്നി. ഒന്ന്, റീറ്റേൺ ഏർണിങ്സിൽ കാശ് കിട്ടില്ല, പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കൂട്ടി വെച്ച് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഒരു ചെറുകിട ബിസിനസ്സുകാരായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു വലിയ രീതിയിലുള്ള കമ്പനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്ന ഓപ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എൻ്റെ കമ്പനിയുടെ ഫുൾ ഓണർ ഞാൻ തന്നെയാന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ 100%, ഇതാ ഇങ്ങോട്ടേക്ക് നോക്കൂ, ഞാനിവിടെ ഒരു സർക്കിൾ, ഇതാണ് കമ്പനി. ഈ കമ്പനിയുടെ 100% ഓണർഷിപ്പ് എനിക്ക്, എന്ന് വെച്ചാൽ ആ ഒരു ഫുൾ സർക്കിൾ ഇസ് ഓൺ ബൈ മീ. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എനിക്കാണ്. ഞാൻ വിചാരിക്കും, എന്നാൽ എൻ്റെ കമ്പനിയുടെ ഒരു 40% സ്റ്റേക്ക് ഞാൻ വിറ്റാലോ. ഓക്കെ, കമ്പനിയുടെ 40% ഷെയർ ആർക്കെങ്കിലും വിറ്റാലോ എന്ന് ഞാൻ പ്ലാൻ ചെയ്യും. ഓക്കെ, അങ്ങനെ വിറ്റാലോ എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് 60% എനിക്ക്, 40% ആർക്കെങ്കിലും കൊടുത്താലോ. അതിപ്പം എൻ്റെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ആവാം. ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നില്ലേ, റിലയൻസിലേക്ക് 11% അറൗണ്ട്. സോ അങ്ങനെ ഇത്ര പെർസെൻറ്റേജ് ഇന്ന കമ്പനിക്ക് വിറ്റാലോ എന്ന് വെച്ചിട്ട് കുറെ കമ്പനികളൊക്കെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ കുറെ വ്യക്തികൾ വരും എൻ്റെ ഈ 40, കാരണം വലിയൊരു കൺസ്ട്രക്ഷൻ ഫേം ആണല്ലോ, നല്ല റെപ്യൂട്ടഡ് ഫേം ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ഒരുപാട് ഐഡിയാസും കാര്യമുള്ള ഒരു ഫേം ആണ്. അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഒരു എമൗണ്ട്, ഒരു 10,000 കോടി രൂപയാണ് ഞാൻ ഈ 40% വിറ്റിട്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചത്. അതങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, ആ എമൗണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ട് ആരും ഒന്നും മേടിച്ചില്ല. ഈ പറഞ്ഞ 40% 10,000 കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും വരുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നാലും മതി, ആരും വരുന്നില്ല. ലിറ്ററലി ആരും വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഈ പ്രൈവറ്റ് പാർട്ടീസിനെയും പ്രൈവറ്റ് എൻറ്റിറ്റീസിനെയും അപ്രോച്ച് ചെയ്യുന്ന നിർത്തി പരിപാടി. ഞാൻ എന്ത് ചെയ്തു, നേരെ ചെന്നിട്ട് ഒരു IPO എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, IPO ഇഷ്യൂ ചെയ്യും. IPO എന്താ വെച്ചാൽ, ഈ ഒരു 40% സ്റ്റേക്ക് ഇല്ലേ, ഈ ഒരു 40% ഷെയർ ഞാനിത് മുറിച്ച് ചെറിയ പീസുകളാക്കും. ചെറിയ പീസുകളാക്കും. നമ്മളൊരു പിസ്സ മേടിച്ചു, ഒരു പിസ്സയിൽ 8 പീസ് ഉണ്ട് അല്ലേ. 8 പീസിനകത്തിൽ നിങ്ങളൊരു 8 ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും, ഓരോരുത്തർ ഓരോ പീസ് വെച്ച് ഷെയർ ചെയ്യും.
അതുകൊണ്ട് തന്നെ ഈ 40% ഇങ്ങനെ മുറിച്ച് ചെറിയ 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 കോടിക്കണക്കിന് പീസുകളാക്കി മാറ്റും, ചെറിയ 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 വീട്ടിൽ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു പേര് വിളിക്കും, എന്ത്, ഷെയർ എന്ന് വിളിക്കും. ഓക്കെ, ഷെയർ. ഈ ഷെയറുകൾ എന്ത് ചെയ്യും, അങ്ങനെ ചിലപ്പം ആ 40% ചിലപ്പോൾ ഒരു 10 കോടി ഷെയറുകളാക്കി മാറ്റും. എന്നിട്ട് ഒരു ഷെയറിന് 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വിലയും ഇടും. 100 രൂപ എന്ന് ഞാൻ വിലയിട്ട് കഴിയുന്ന സമയത്ത് ഓക്കെ, ഏകദേശം ഒരു 1000 കോടി രൂപ എടുത്തിട്ടുള്ളൂ. ഓക്കെ, 1000 രൂപ വില ഇടാം. അപ്പൊ 10 കോടി ഷെയർ എന്ന് പറയുമ്പോൾ ഏകദേശം 10,000 കോടി രൂപ. 10 കോടി ഷെയർസ് ഞാൻ വിൽക്കാൻ തീരുമാനിക്കും. ഇതിനെയല്ല, 40% 10 കോടി ഷെയർ ആക്കി മാറ്റും. ഒരു ഷെയറിന് 1000 രൂപ വെച്ച് ഞാൻ വിൽക്കാൻ തീരുമാനിക്കും. എവിടെ വിൽക്കും? പബ്ലിക്കിന് വിൽക്കും. ഞാൻ ന്യൂസിനകത്തിലൂടെയും അല്ലെങ്കിൽ പല പല ജേർണൽസിലൂടെയും ഞാനൊരു ഇൻഫർമേഷൻ ഇറക്കുകയാണ്. ഏതാ എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ ഞാൻ വിൽക്കാൻ പോകുന്നത്, എനിക്ക് ഫണ്ട് റൈസറിന് വേണ്ടിയിട്ടാണ്. ഞാൻ കമ്പനിയുടെ ഒരു ഷെയറിന് ഇത്ര രൂപ ഞാൻ വാല്യൂ ഇടുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് മേടിക്കുക. എന്നിട്ട് പബ്ലിക്കിനോട്, ഓക്കെ, പബ്ലിക്കിനോട് ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്യാണ്, ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു സെൽ മൈ ഷെയർസ്, ആർക്ക് വേണമെങ്കിലും വന്ന് മേടിക്കാമെന്ന്. അങ്ങനെ കുറേ ആൾക്കാർ ഇത് കേട്ടിട്ട് വരും. ഈ ഒരു തീമിനെ പറയുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന്. ഓക്കെ, IPOs. IPO എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് മേടിച്ച് ഈ 10 കോടി ഷെയറുകൾ എന്ത് ചെയ്യും, വിറ്റുപോകും. ആർക്ക് വേണമെങ്കിലും വന്ന് മേടിക്കാം. ഇന്ന എൻറ്റിറ്റീസിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ, നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് മേടിക്കാം. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും, ഫുള്ള് വിറ്റുപോകും. എനിക്ക് എന്ത് കിട്ടി? 10,000 കോടി രൂപ കിട്ടി. ഈ പറയുന്ന പോലെ ഫണ്ട് റേസ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്, കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി ഞാൻ പോയി. ഇനിയും എൻ്റെ ഈ കമ്പനിയുടെ ഷെയർ മേടിച്ച നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. നിങ്ങളിൽ കുറെ ആൾക്കാർ വിചാരിക്കും, നല്ല കമ്പനി, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഷെയർ നല്ല വില കൂടുമ്പോൾ വിൽക്കാം, അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോൾ വിൽക്കാം, നാളെ തന്നെ മറിച്ച് വിൽക്കാം. എല്ലാവരും 10 വർഷം കഴിയുമ്പോഴാണെങ്കിലും 5 വർഷം കഴിയുമ്പോഴാണെങ്കിലും വിൽക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെ? എല്ലാവരും വിൽക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സോ ഇങ്ങനെ വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരിത് എവിടെ കൊണ്ട് വിൽക്കും? കമ്പനിയുടെ ഒരു ഷെയർ, അത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തോ ആവാം, ഒരു സർട്ടിഫിക്കറ്റ് ആവാം. ഇത് നമ്മൾ എവിടെ കൊണ്ട് വിൽക്കും? നമുക്ക് കടയിൽ കൊണ്ട് വിൽക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇങ്ങനത്തെ ഷെയറുകൾ വിൽക്കാനുള്ള സ്ഥലമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ഷെയർ പർച്ചേസ് ചെയ്ത ആൾക്കാർ അവരെന്ത് ചെയ്യും, അവരിത് കൊണ്ടുവന്ന് നേരെ ഇവിടെ മറിച്ച് വിൽക്കും. സോ ദിസ് ഇസ് മോർ ലൈക്ക് എ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്. സെക്കൻഡ് ഹാൻഡ് ഷെയറുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്തിനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഷെയറുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനികളൊന്നും ഇൻവോൾവ് അല്ല, കമ്പനികൾക്ക് ഷെയർ മാർക്കറ്റുമായിട്ട് ഒരു ബന്ധമില്ല. ഓരോ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന അവരുടെ പാർട്ട് ഓണർഷിപ്പ്, ആ ഷെയറുകൾ, അത് മേടിക്കുന്ന കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇത് ഈ ഷെയർ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. ഓക്കെ, അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നേരെ IPO അവിടെ കൊണ്ടൊരാൾ വിൽക്കും, അവിടെ നിന്ന് ഒരാൾ മേടിക്കും, അയാൾ പിന്നെയും ഷെയർ മാർക്കറ്റിൽ അതിന് വില കൂടുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അവിടെ തന്നെ വിൽക്കും. ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഷെയറുകൾ നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പാർട്ടിസിപ്പന്റ് ആയി മാറുന്നത്. ഓക്കെ, ലെറ്റ് മീ ടെൽ യു ആൻ എക്സാമ്പിൾ. ഏകദേശം 300 രൂപയ്ക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് IPOs ഇഷ്യൂ ചെയ്തത്. വെച്ചാൽ ഗവൺമെന്റ് കമ്പനി മാറ്റി പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഷെയറുകൾ വിൽക്കാൻ തുടങ്ങി. അത് ഈ IPO പ്രൊസീജിയർ ഉണ്ടായിരുന്നു. IPO പ്രൊസീജിയറിന് അവർ IRCTC, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന കമ്പനി, അറിയാമല്ലോ, റെയിൽ ഗതാഗത സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏക കമ്പനിയാണ് ഇന്ത്യയിലെ. സോ ഈ ഒരു കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പോവാണ്. ഒരു ഷെയറിന്റെ വില 300 രൂപ. ഓക്കെ, ഇതൊരു കമ്മ്യൂണിറ്റി മെമ്പറിന്റെ എക്സാമ്പിൾ ആണ്. ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് എടുത്ത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു. 1000 ഷെയർ ആണ് പുള്ളി മേടിച്ചത്, ബിഡ് ചെയ്തു, 1000 ഷെയറിന്റെ IPO ആപ്ലിക്കേഷൻ കൊടുത്തു. പുള്ളി ഇത് ഷെയർ മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് വിറ്റെന്നറിയോ? 600 രൂപയ്ക്ക്, വിച്ച് മീൻസ് 6 ലക്ഷം രൂപയ്ക്ക് പുള്ളിയെ സെൽ ചെയ്തു. ഹി മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 3 lakh. ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 100% പ്രോഫിറ്റ് പുള്ളി ജനറേറ്റ് ചെയ്തു. കാരണം എന്താ? ഇറ്റ് ഈസ് IRCTC. ഇപ്പൊ നിങ്ങൾ IRCTC ഇൻവെസ്റ്റ് ചെയ്താലും 10,000 മുകളിലാണ് ടാർഗറ്റ് പറയുന്നത്. 10,000 മുകളിൽ ആ ഷെയറിന്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യും വിത്തിൻ ഒരു 8 years അല്ലെങ്കിൽ ഒരു 7 years, ഈ ഒരു റേഞ്ചിൽ. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ അനസ് എന്താ ചെയ്തത്? അനസ് IPO ഇഷ്യൂ ചെയ്തു, അനസ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചു, അനസ് എന്ത് ചെയ്തത്, മറിച്ചു വിറ്റു ഷെയർ മാർക്കറ്റിൽ. എത്ര രൂപയ്ക്ക്? ഏകദേശം 600 രൂപയ്ക്ക്. ഒരു ഷെയർ 300 രൂപയ്ക്ക് മേടിച്ചിട്ട് 600 രൂപയ്ക്ക് പുള്ളി വിറ്റു. ഏകദേശം 2 ഇരട്ടി ലാഭം പുള്ളിക്ക് കിട്ടി, അല്ലേ? അതുകൂട്ട് തന്നെയാണ് ഈ 600 രൂപയ്ക്ക് വരുന്ന സാധനം വീണ്ടും എന്ത് ചെയ്യും, അവിടെ ആരെങ്കിലും
മേടിക്കും, പിന്നെ അവർ വില കൂടുമ്പോൾ വിൽക്കും. അങ്ങനെ ഈ ഷെയർ മാർക്കറ്റിൽ തന്നെ കിടന്ന് വിൽക്കലും വാങ്ങലും, വിൽക്കുക വാങ്ങുക ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഏതൊരു ഇൻവെസ്റ്ററിനാണെങ്കിലും നിങ്ങളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റോ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ കൂടി, മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് ചെയ്യുന്നത്, നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുടെ ഫണ്ട് പൂൾ ചെയ്ത് ദാൽബിലേക്ക് അറൌണ്ട് 4,000 crores 5,000 crores ആയിട്ട് പൂൾ ചെയ്തിട്ട് അതെന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. സി, അവിടെ നിങ്ങൾക്കൊരു 18% അല്ലെങ്കിൽ ഒരു 17% റിട്ടേൺ ആണ് അവർ ഗ്യാരണ്ടി ചെയ്യുന്നത്. ബിലീവ് മീ, ഇഫ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ജസ്റ്റ് നിഫ്റ്റി 50 സ്റ്റോക്സ്, ഓക്കെ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇന്ത്യയിലെ ടോപ്പ് സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 25% റിട്ടേൺ ഇയർലി കിട്ടും. ഇതാണ് ദി അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. വെൽത്ത് ബിൽഡിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ്. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ എന്താണ്, നമ്മൾക്ക് ഫിസിക്കൽ ബിസിനസ്സോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ലോക്ക്ഡൗൺ വന്നാലോ അല്ലെങ്കിൽ എന്ത് വന്നാലോ, ഒരു എക്കണോമിക് ക്രൈസിസ് വന്ന് മാർക്കറ്റ് ഇടിഞ്ഞാലും ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, മാർക്കറ്റ് മുകളിലേക്ക് പോയാലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ആൾക്കാർക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇതിലേക്ക് വരാൻ മടിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ വെബിനാർസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ. സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് ഷെയറിലാണ് വിൽക്കപ്പെടുന്നത്. ഇനിയും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, വില കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നതിന്റെ രണ്ട് റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദാറ്റ് ഇസ് വൺ ഇസ് എ ഫണ്ടമെന്റൽ റീസൺ ആൻഡ് അനദർ വൺ ഇസ് ടെക്നിക്കൽ റീസൺസ്. ഫണ്ടമെന്റൽ റീസൺസ് മീൻസ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. കമ്പനിയെ കുറിച്ച് ഒരു വളരെ നല്ല ന്യൂസ് വന്നു, ഷെയറിന്റെ വില നേരെ മുകളിലേക്ക് പോകും. കമ്പനിയെ കുറിച്ച് ഒരു മോശം ന്യൂസ് വന്നു, ഷെയറിന്റെ പ്രൈസ് നേരെ താഴേക്ക് വരുന്നു. ഈ ഒരു ഫിനോമിന ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം കമ്പനിയുടെ പ്രോഫിറ്റ് ഭയങ്കര മോശം പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്, പ്രൈസ് താഴേക്ക് വരും. ഭയങ്കര നല്ല പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്, പ്രൈസ് മുകളിലേക്ക് പോകും. ടെക്നിക്കൽ റീസൺസ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ടെക്നിക്കൽ അനലിസ്റ്റുകളാണ്. ടെക്നിക്കൽ അനലിസ്റ്റ് വെച്ചാൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഐ വിൽ മേക്ക് ഹിം എ ടെക്നിക്കൽ അനലിസ്റ്റ്. ടെക്നിക്കൽ അനലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ട്രെൻഡുകളും ഒക്കെ ചാർട്ടുകളും കാര്യങ്ങളും ഒക്കെ നോക്കി പ്രൈസിന്റെ മൂവ്മെന്റിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം. അങ്ങനത്തെ പ്രഡിക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൈയും സെല്ലും ചെയ്യണം. ഞങ്ങളുടെ ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി ബേസിസിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡെയിലി ബേസിസിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ അറിയോ, നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 5% വളരെ സേഫ് ആയിട്ട് എടുക്കാം. 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാം. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാം. മോഹന വാഗ്ദാനമല്ല, വളരെ സേഫ് ആയിട്ട്. ചില ദിവസങ്ങളിലാണെങ്കിലോ നിങ്ങൾക്ക് ചിലപ്പോൾ 25-30% ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 10% വരെ വളരെ സേഫായിട്ട് ക്രിയേറ്റ് ചെയ്യാം. 5% ഇസ് ദ ബെസ്റ്റ്. ഏറ്റവും പിൻ റിസ്ക് എടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ 100% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്. ഐം സെയിങ്, അതിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് ആയിക്കോട്ടെ താഴേക്ക് ആയിക്കോട്ടെ. ഈ ഒരു കോൺസെപ്റ്റ്, ഈ മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും, അത് നിങ്ങൾ കുറെ ആൾക്കാരൊക്കെ ആദ്യമായിട്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് താഴേക്ക് പോകണം, നിഫ്റ്റി ഇടിഞ്ഞു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു ആൾക്കാർക്ക്. ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അവർക്കറിയാം എങ്ങനെ ആ ഒരു റിസ്കിനെ ഹെഡ്ജ് ചെയ്യണം എന്നുള്ളത്. അവിടെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഷെയറിന്റെ വാല്യൂ ഇടിയുന്നു എന്ന് മാത്രം. അപ്പുറത്ത് ഹെഡ്ജിങ് പോലത്തെ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട്. അത് വെച്ചിട്ട് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, അവരുടെ പൊസിഷൻസിനെ ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. അവർ ആ റിസ്കിനെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. ന്യൂസിൽ പറയുമ്പോൾ ഇടിഞ്ഞു എന്നേ പറയുള്ളൂ, പക്ഷെ ഇപ്പുറത്ത് അവരവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് അവരാരും പറയുന്നില്ല. അത് ഇന്റേണലി നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ബേസിസിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇനി ആരാണ് ഈ ഷെയർ മാർക്കറ്റിൽ പ്രൈസിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? ബയേഴ്സും സെല്ലേഴ്സും. ഷെയർ മാർക്കറ്റിൽ കുറേ ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് രൂപയായിട്ട് വരുന്നവരുണ്ട്, 1000 രൂപയായിട്ട് വരുന്നവരുണ്ട്. ഈ പറയുന്ന ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് പ്രൈസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഈ പറയുന്ന ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്, ഷെയർ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യും. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ കോൺസെപ്റ്റ് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പക്ഷെ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഡിമാൻഡ്, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് അതിന്റെ പ്രൈസും കൂടും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ സപ്ലൈ കൂടുമ്പോൾ അതിന്റെ പ്രൈസും കുറയും. ഈ ഒരു എക്സാമ്പിള് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ആണ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ മാസ്കിന്റെ വില എത്രയായിരുന്നു ഫെബ്രുവരിയിൽ? ഏകദേശം 2020 ഫെബ്രുവരി ആദ്യം
3 രൂപയായിരുന്നു ആ ഒരു ഡിസ്പോസിബിൾ മാസ്കിന്റെ, ജസ്റ്റ് വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാസ്ക് ഇല്ലേ, ആ മാസ്കിന്റെ വില 3 രൂപയായിരുന്നു. അടുത്ത മാസം മാർച്ച് ആയപ്പോൾ അതിന്റെ വില 20 രൂപയായി. കാരണം എന്താ? ഫെബ്രുവരി ആദ്യം 100 മാസ്ക് മേടിക്കാൻ അവിടെ 50 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാർച്ച് ആയപ്പം ഇതേ 100 മാസ്ക് മേടിക്കാൻ അവിടെ ഏകദേശം 1000 ആൾക്കാർ വന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഡിമാൻഡ് കൂടി. സാധനം 100 എണ്ണമേ ഉള്ളൂ, പക്ഷേ മേടിക്കാൻ വന്ന ആൾക്കാരോ ആയിരക്കണക്കിന് ആൾക്കാരാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രൈസ് കൂടും. ഷെയർ മാർക്കറ്റിൽ ഇതാണ് സംഭവിക്കുന്നത്. ഒരാൾ 600 രൂപയ്ക്ക് വിറ്റൊരു സാധനം അവിടെ 650 രൂപയ്ക്ക് ആൾ മേടിക്കാനുണ്ടെങ്കിൽ എന്താണ്, അത് അവിടെ 650 രൂപയ്ക്ക് വിറ്റു. 700 രൂപയ്ക്ക് മറ്റോ വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അത് 700 രൂപയിലേക്ക് പോകും. അങ്ങനെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു സ്റ്റോക്കിനെ ഒത്തിരി ആൾക്കാർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഓക്കെ. സപ്ലൈയുടെ കാര്യത്തിലോ ഇപ്പൊ ആ മാസ്കിന്റെ വില എത്ര ഉണ്ട്? ഏകദേശം 4 രൂപയ്ക്ക് അടുത്താണ് ഇപ്പൊ ആ മാസ്കിന്റെ വില. 20 രൂപ 4 രൂപയും. കാരണം എന്താ? ഇപ്പൊ മുക്കിനും മൂലയ്ക്കും നമുക്ക് മാസ്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെ. പച്ചക്കറികളുടെ വരെ മാസ്ക് ഉണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് മാസ്ക് ആണ്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? സപ്ലൈ വളരെ കൂടി. 1000 പേരുടെ ഡിമാൻഡിന് 1000 പേർക്ക് മാസ്ക് വേണം. ആ ഒരു 1000 പേർക്ക് മാസ്ക് കൊടുക്കാൻ 10,000 ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഓട്ടോമാറ്റിക്കലി സപ്ലൈ കൂടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ഷെയറിന്റെ വില താഴേക്ക് ഇടിയുന്നു. ഈ കോൺസെപ്റ്റിലാണ് മാർക്കറ്റ് ഫുള്ള് മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് എ സൈക്കോളജി. ഓക്കെ. മനുഷ്യന്റെ സൈക്കോളജി 1000 വർഷമായിട്ടും ചേഞ്ച് ചെയ്തിട്ടില്ലെന്നാണ് ഇതിനകത്തിലെ വിദഗ്ധർ പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം വന്നാൽ നിങ്ങൾ ചിരിക്കും, നിങ്ങൾക്ക് വിഷമം വന്നാൽ നിങ്ങൾ കരയും അല്ലെ. അത് തിരിച്ച് സംഭവിക്കാറില്ലല്ലോ, ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിന്റെ ബേസിസിൽ മാത്രമാണ് ഈ ഷെയർ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ദിസ് ഇസ് എ സൈക്കോളജി. എവിടെ ബയർ ഒരുപാട് ക്വാണ്ടിറ്റി മേടിക്കും, എവിടെ സെല്ലർ ഒരുപാട് ഷെയറുകൾ വിൽക്കും, ഇങ്ങനത്തെ ചില സെൻസിറ്റീവ് പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാലോ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര സക്സസ് നേടാൻ പറ്റും. ഏതൊരു ബില്യനെയർ ആണെങ്കിലും മില്യനെയർ ആണെങ്കിലും ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് മാൻഡേറ്ററി. വേറൊന്നും കൊണ്ടല്ല. ഒരു FMCGയിൽ വർക്ക് ചെയ്യുന്ന ജെഫ് ബെസോസ് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ജെഫ് ബെസോസ്, ഹി ഹാസ് സം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആമസോൺ. പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആമസോണിൽ മാത്രമല്ല, IT-യിലുണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ആപ്പിളിലുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പുള്ളിക്ക്. അങ്ങനെ ഒരുപാട് കമ്പനീസിൽ ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുകയാണ് പുള്ളിയുടെ പോർട്ട്ഫോളിയോ. കാരണം എന്താ? ഈ ബിസിനസ് ഡള്ളായി. അതായിരുന്നു പുള്ളിയുടെ മേജർ ഇൻകം. ആമസോൺ എന്ന് പറയുന്നത് പുള്ളിയുടെ മേജർ ഇൻകം ആണ്. അതിന്റെ കൂടെ പുള്ളി എന്ത് ചെയ്തു? ഒരു പാസീവ് ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു കോളേജിന്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. ഒരു കോളേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസുമായിട്ട് ലിമിറ്റഡ് ആയിരിക്കും നിങ്ങളുടെ നോളജും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കലി നിങ്ങളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, ഓക്കെ, ദ വേൾഡ് ഇസ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് ഹിയർ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രെസ് ആണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇസ് അബൌട്ട് ടു ക്രിയേറ്റ് എ പാസീവ് ഇൻകം. ഷെയർ മാർക്കറ്റ് തന്നെ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും ഒരേ സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോയാലും ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആകെ പ്രഷർ അടിച്ചു. ഒരു കാരണവശാലും നിങ്ങളുടെ എയിം ഇസ് ടു ക്രിയേറ്റ്, ഒരു കാരണവശാലും നിങ്ങളുടെ എയിം ഈസ് ടു ക്രിയേറ്റ് ഓൺലി സിംഗിൾ ചാനൽ ഓഫ് വെൽത്ത് എന്ന് ആവാൻ പാടില്ല. ഓക്കെ. ഒരു കാരണവശാലും എപ്പോഴും നിങ്ങൾക്കൊരു ആക്റ്റീവ് ഇൻകം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് എപ്പോഴും ഒരു പാസീവ് ഇൻകം ഉണ്ടായിരിക്കണം. ആക്റ്റീവ് ഇൻകം ക്യാൻ ബി യുവർ ജോബ്, ദ സേഫസ്റ്റ് തിങ് യു ക്യാൻ ഹാവ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പുറത്തൊരു പാസീവ് ഇൻകം വേണം, വിച്ച് ഷുഡ് പേ ഓഫ് ഓൾ യുവർ എക്സ്പെൻസസ്. നിങ്ങളുടെ എക്സ്പെൻസുകൾ മുഴുവൻ പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു പാസീവ് ഇൻകം വേണം. ഈ പാസീവ് ഇൻകത്തിൽ നമ്മളുടെ ഡേ ടു ഡേ റണ്ണിങ് കാര്യങ്ങളൊക്കെ ബിസി. ഒരു കമ്പനിക്ക് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. അതുകൂട്ട് തന്നെ ഇവിടെയും വേണം നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസസ്, അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസ്, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാൻ നമുക്ക് ഇപ്പുറത്തൊരു പാസീവ് ഇൻകം മസ്റ്റാണ്. ഈ പാസീവ് ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സേഫ് ഇൻകം ഇല്ലേ, അത് മുഴുവൻ നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയാണ്. എൻഡ് ഓഫ് ദ ഡേ, എൻഡ് ഓഫ് ദ മന്ത് നമുക്കൊന്നുമില്ല. അടുത്ത മാസം സാലറി ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഈ അറ്റ്ലീസ്റ്റ് ദിസ് ജനറേഷൻ. എൻ്റെ അച്ഛനൊക്കെ ഗൾഫിൽ കിടന്ന് വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ്. ഓക്കെ. പുള്ളിക്ക് ഒരു മാസം 3 ലക്ഷം രൂപ ശമ്പളം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പുള്ളിക്ക് 45-ാമത്തെ വയസ്സിൽ വരേണ്ടി വന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് 23-ാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് ഫിനാൻഷ്യൽ നോളജ് പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബുക്സ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു കോളേജ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ അല്ലായിരുന്നു. ചില റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. കേരളത്തിലെ ഒരു നമ്പർ 1
ചിപ്സിന്റെ കേരള ചിപ്സ്, ബനാന ചിപ്സ് മാനുഫാക്ചർ. ഒരു ദിവസം പുള്ളിയോട് ഞാൻ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഖത്തർ. അപ്പൊ അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി സംസാരിച്ച് പുള്ളിയുടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞൊരു സംഭവമാണ്, നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളം ഉണ്ട് ഒരു മാസം, നിങ്ങളുടെ പർച്ചേസിങ് പവർ ഇസ് ലിമിറ്റഡ് ടു ദാറ്റ് 50,000. ആ 50,000 മുകളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോൺ എടുക്കണം. അവിടെ നിങ്ങൾ ലയബിലിറ്റി എടുത്ത് തലയിൽ വെക്കുകയാണ്. ഈ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പോലെ ഒരു 10,000 രൂപ അതിനടക്കേണ്ടി വരും. സോ നമ്മളുടെ പർച്ചേസിങ് പവറിനെ അത് ലിമിറ്റ് ചെയ്യാണ്. സോ ഓൾവേസ് ഫൈൻഡ് എ പാസീവ് ഇൻകം ആൻഡ് ആൻ ആക്റ്റീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം അവിടെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസുകൾ അവിടെ കവർ ചെയ്യും. ഈ ആക്റ്റീവ് ഇൻകം അവിടെ സേഫ് ആണ്. ഈ ആക്റ്റീവ് ഇൻകത്തിനെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി എ ബിസിനസ് ഓർ ഈവൻ എ സ്റ്റോക്ക് മാർക്കറ്റ്, എനിത്തിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ എപ്പോഴും ഇത് മനസ്സിൽ വെക്കുക, എപ്പോഴും നിങ്ങൾ ഒരു ആക്റ്റീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു പാസീവ് ഇൻകം വേണം. ഒരേ സോഴ്സ് ഓഫ് ഇൻകത്തിൽ ജീവിതകാലം മുഴുവൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് സം പോയിന്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് പ്രഷറൈസ്ഡ് ആയി പോകും. ഓക്കെ, നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തു, നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് നമ്മൾ പോകും. പിന്നെ നമുക്കിപ്പോൾ പറയുന്ന പോലെ ഭയങ്കര അറഗന്റ് ആവും, ഇഗ്നോറന്റ് ആവും ഓരോ കാര്യങ്ങളോടൊക്കെ. നമ്മുടെ ലൈഫ് തന്നെ എവറിത്തിങ് ഇസ് അബൌട്ട് മണി നൗ ഡേയ്സ്. ആക്ച്വലി എല്ലാവരും ഈ പൈസയ്ക്ക് പുറകെ ഒരു ഓട്ടമാണ്. പക്ഷേ they don't know, they are like taking a lot of time to generate a wealth. End of the day നമ്മൾ at the end പോയിന്റിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഞാൻ എന്താണ് അച്ചീവ് ചെയ്തത്, ഞാൻ എൻ്റെ സമയം മുഴുവൻ ഇതിനു വേണ്ടി ചിലവാക്കി, ഞാൻ എൻ്റെ സമയം മുഴുവൻ കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചിലവാക്കി അല്ലേ. സോ പൈസ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ആവാൻ പാടില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 22-ാമത്തെ വയസ്സിൽ 23-ാമത്തെ വയസ്സിൽ തന്നെ ഒരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. ഈ പാസീവ് ഇൻകം നമ്മുടെ എക്സ്പെൻസസ് കവർ ചെയ്ത് പോകണം. ആക്റ്റീവ് ഇൻകം എന്ത് ചെയ്യണം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളായി മാറണം. സോ ഒരു 30-35 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ വിൽ ബി ക്രോർസ്. ബിലീവ് മീ, 25-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയാൽ 35-ാമത്തെ വയസ്സിലാകുമ്പോൾ ഒരു 10 വർഷം കൊണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രോർസിലായിരിക്കും. ഈ ഒരു ചെറിയ ടൈം കൊണ്ട് നിങ്ങൾ ഒരു മാസം 5,000 രൂപ 4,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ ഷെയർ മാർക്കറ്റിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ ക്രോർസിന്റെ ഒരു കണക്ക് പറയുന്നത്. അത്രയും ഫ്യൂച്ചർ ഉള്ളതുകൊണ്ടാണ്. ലെറ്റ് മീ ഷോ യു ആൻ എക്സാമ്പിൾ. എൻ്റെ ഒരു അങ്കിൾ, പുള്ളി ബജാജ് ഫിൻസേവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറേ വർഷം മുമ്പാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ട്. ഷെയർ മാർക്കറ്റിലേക്ക് നമ്മൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്. ഈ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂവാണ് നമ്മൾ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഷെയർ മാർക്കറ്റിൽ പോയി ഡയറക്റ്റ് സാധനം വാങ്ങാനും വിൽക്കാനും പറ്റില്ല. സോ ആ ഒരു ഇന്റർമീഡിയറിയെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയറുകൾ വിൽക്കുകയും വാങ്ങിച്ചത്. ഇയാളാണ് നമ്മുടെ ബിഹാഫിൽ ഷെയറുകൾ അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഓക്കെ, പുള്ളി ഒരു ചെറിയ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യുന്നത്, വളരെ ചെറിയൊരു കമ്മീഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതാണ് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വലിയ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. 2009 ദുബായ് അടക്കം പകച്ചുപോയൊരു ഇയർ ആണല്ലേ. എല്ലാം ഒരു ഹ്യൂജ് പോയിന്റ് ഓഫ് സാച്ചുറേഷനിലെത്തി. ഹ്യൂജ് പോയിന്റ്, ഒരു വലിയ ഏറ്റവും ഹൈലെത്തിട്ട് എന്ത് ചെയ്തു, നേരെ താഴേക്കാണ് കുത്തനെ. എന്തായിരുന്നു? സാമ്പത്തിക മാന്ദ്യം ഒരു ഗവൺമെന്റിന്റെയോ ഒരു എൻറ്റിറ്റിയുടെ കുറ്റമല്ല. എക്കോണമി ഒരു വലിയ പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് താഴേക്ക് ഇറങ്ങി വരും, എന്നിട്ട് പിന്നെയും കയറും. നിങ്ങളൊരു മല കയറുന്ന സമയത്ത് ഓടി കയറാൻ നോക്കില്ലല്ലോ, നമ്മളൊന്ന് കയറും, റെസ്റ്റ് എടുക്കും, കയറും, റെസ്റ്റ് എടുക്കും, അങ്ങനല്ലേ പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്കോണമിയുടെ കാര്യം അങ്ങനെ. ലോകത്തിലെ ഏത് എക്കോണമി ആണെങ്കിലും ഒരു സാമ്പത്തിക മാന്ദ്യം ഫേസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഓരോ 10 വർഷം കൂടുമ്പോഴെങ്കിലും. 10 വർഷം കൂടുമ്പോഴാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഗ്ലോബൽ പാൻഡമിക്കിൽ വരുന്നില്ല, ഓരോ 100 വർഷം കൂടുന്ന സമയത്ത്. ഇപ്പോൾ കൊറോണ വന്ന പോലെ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പാറ്റേണും ചാനൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ഞാൻ ബജാജ് ഫിനാൻസിൽ പറയാണ്. എൻ്റെ ഒരു അങ്കിള് ബജാജ് ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടാണ്. സോ 2006 തൊട്ട് ഈ ബജാജ് ഫിനാൻസ് കേരളത്തിൽ വന്നതും തൊട്ട് പുള്ളി അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ പുള്ളി അതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആയി മാറി. പുള്ളി പണ്ട് നടന്നൊരു പരിപാടിയായിരുന്നു 2009. ഓക്കെ, ഷെയർ വിൽക്കുന്നത്. ഇതിപ്പോ ഞാൻ ഈയിടെ എൻ്റെ ഫാദർ പറഞ്ഞപ്പോൾ അറിയുന്നത്, പുള്ളി ഈ കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, എംപ്ലോയി ആണല്ലോ, അവർക്ക് ഈ പറയുന്ന പോലെ കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടാർഗറ്റിൽ കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബ്രോക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരെ കൊണ്ട് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല. പക്ഷേ എനിവേസ് പുള്ളി ഒരു
വലിയൊരു ഓഫറാണ് കൊണ്ട് തന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ ഇതിലൊന്നും വിശ്വാസമില്ല. കാരണം എന്താ, മൈക്രോ ഫിനാൻസിങ് ആണ് ബജാജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ മൈക്രോ ഫിനാൻസിങ് ഒക്കെ ഹിറ്റ് ആവോ? ഇത്രയും വലിയ സെൻട്രലൈസ്ഡ് ബാങ്കുകളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ മൈക്രോ ഫിനാൻസിങ് ഒക്കെ വർക്ക്ഔട്ട് ആവും? ഒരു രക്ഷയില്ല. പക്ഷെ 2009 ബജാജ് ഫിനാൻസിന്റെ പ്രൈസ് എവിടെയാണ് നടക്കുന്നത്? 4 രൂപയാണ്. 10 വർഷത്തിന് ശേഷം, ഓക്കെ, 10 വർഷത്തിന് ശേഷം, ചാർട്ട് തീരുന്നില്ലല്ലേ, 10 വർഷത്തിന് ശേഷം 4600 രൂപയ്ക്ക് അടുത്താണ്. 4600, 4200 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 2009 അതിപ്പോ 10 കോടി രൂപയ്ക്ക് മുകളിലായനെ. എത്രയാ? 10 കോടി. ദിസ് ഇസ് വാട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് ഈസ് ഓൾ അബൌട്ട്. നിങ്ങൾ ഇന്ന് സാക്രിഫൈസ് ചെയ്യുന്ന വളരെ ചെറിയൊരു എമൗണ്ട് 10 വർഷം കഴിയുമ്പോൾ ക്യാൻ മേക്ക് യുവർ ഫോർച്യൂൺ. അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഷോർട്ട് ടേം ടൈം ഫ്രെയിം കണ്ടില്ലേ, നിങ്ങളുടെ എഫേർട്ടില്ല ഇവിടെ, നിങ്ങളുടെ എഫേർട്ടില്ല. ഫൈൻഡ് എ ക്വാളിറ്റി കമ്പനി. അന്ന് ഒരുപാട് സജഷൻസ് വന്നൊരു കമ്പനിയാണിത്. കുറെ ആൾക്കാർ ഇഗ്നോർ ചെയ്തൊരു കമ്പനിയാണ്. ഒരുപാട് വായിക്കുക. ഫിനാൻഷ്യൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ ഫിനാൻഷ്യൽ നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മളും ഇതുപോലെ ഒരുപാട് ക്വാളിറ്റി സ്റ്റോക്കുകളുടെ സജഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മാർച്ചിൽ കൊടുത്ത ഒരുപാട് സജഷൻസ് ഇപ്പോഴും 1 ലക്ഷം രൂപ ഈ കഴിഞ്ഞ മാർച്ച് മീൻസ് 2020 മാർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ 1 ലക്ഷം രൂപ 4-5 ലക്ഷം രൂപയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ വിത്തിൻ ദിസ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരൊറ്റ വർഷം കൊണ്ട് 100, 200, 300% റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോക്ക് സജഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യലാണ്. ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ ടാർഗറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി അബൌട്ട് 10,000. മനസ്സിലായില്ലേ? അബൌട്ട് 10,000. ഐ വിൽ ഷോ യു ലോട്ട് ഓഫ് കമ്പനീസ്. ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ദിസ് ഈസ് യുവർ ചാൻസ്. ടാറ്റ എലക്സിയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതിന്റെ പ്രത്യേകത ഇവർ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ കോമ്പണൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിവേ നമ്മളുടെ ഫീൽഡാണല്ലോ, ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിന്റെ ഫീൽഡാണ്, സാറുമാരുടെ ഫീൽഡാണ്. ഇവർ ഈ പറയുന്ന പോലെ EV ഓട്ടോമൊബൈൽ, ഓക്കെ, EV വെഹിക്കിൾസിന്റെ ഈ ഇലക്ട്രോണിക് പാർട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങളുടെ സെക്ടറാണ്, അനലൈസ് ചെയ്ത് നോക്കൂ ഈ കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്ന ഒരു സെക്ടറാണ്. ഈ സെക്ടറിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണിത്. ഓക്കെ, ഇവരുണ്ട്, മദർസുമി ഉണ്ട്, ഇങ്ങനെ കുറെ കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസ് ഒക്കെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കോമ്പോണൻസ്, പിന്നെ ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ടാറ്റയുടെ കമ്പനിയാണ്. വിശ്വസിച്ച് ചെയ്യാം. ടാറ്റയുടെ കമ്പനീസിന്റെ പ്രത്യേകത അതാണ്. ഇന്ത്യൻസിന്റെ പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ പറയുന്ന കമ്പനികളോട്. സീ ദിസ്, ഇപ്പോഴത്തെ ഈ പ്രൈസ്, ദിസ് ഇസ് അറൌണ്ട് 3,695 rupees ഒരു ഷെയറിന്റെ വിലയാണ്. ദിസ് ഈസ് ഓൾസോ എക്സ്പെക്ടഡ് ടു റീച്ച് 6,000 to 7,000 in 3 to 4 years. അത് മിക്കവാറും ഒരു വർഷം കൊണ്ട് തന്നെ അടിക്കുന്ന ഒരു പോക്കാണ്. ഇതേ കണ്ടില്ലേ ഗ്രോത്ത്. കഴിഞ്ഞ മാർച്ചിൽ ഇറ്റ് വാസ് അറൌണ്ട് 532 rupees. 532 രൂപയുടെ സ്റ്റോക്കായിരുന്നു. ഇപ്പൊ അതിന്റെ ഡിമാൻഡ് പോയതുണ്ടോ? വേറൊന്നുമല്ല, ഇലക്ട്രിക് വെഹിക്കിൾസും കാര്യങ്ങളും ഒക്കെ വരുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ചെറിയൊരു എന്താ പറയാ സപ്ലൈയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫോൾ ആയിരുന്നു പ്രൈസ്. പിന്നെ നമ്മുടെ പാൻഡമിക്കിലാണ് ഇതാണ് ഇത്രയും ഫോൾ സംഭവിച്ചത്. ഇതിപ്പം ഏകദേശം 545 rupees. ഇപ്പൊ എത്രയാണ്? 3,921 രൂപ. എത്ര ശതമാനമാണ് പോയത് മുകളിലേക്ക്? സോ ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്ന ക്യാഷ് ഇസ് വെരി ഹ്യൂജ് മണിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്റ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഒരിക്കലും ലേറ്റ് അല്ല. യു ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഹിയർ. ഇനി ഒരു ഇൻട്രാഡേ ട്രേഡർ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡെയിലി ട്രേഡറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നിഫ്റ്റി, ഓക്കെ, നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ സമയത്താണ് നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. വേറൊന്നുമല്ല, പ്രൈസ് താഴേക്ക് പോയാലും പ്രോഫിറ്റ് ഉണ്ടാക്കാം, പ്രൈസ് മുകളിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മതി. വിച്ച് മീൻസ് ഞാൻ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. സോ ടുഡേ ഈസ് ഓൾ അബൌട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം, റൈറ്റ്? നൗ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോകുന്നില്ല, ബട്ട് ഐ ആം ടെലിംഗ് യു. ഓക്കെ, L&T കേട്ടിട്ടുണ്ടല്ലോ. L&T എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിന്റെ വില ഏകദേശം 1,341 രൂപയാണ്. ഓക്കെ, ഒരാൾ വിചാരിക്കും ഒരു ദിവസം 1,341 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, അത് ഒരു ഷെയർ മേടിക്കാൻ? വേണ്ട. ഒരു ദിവസം ഡെയിലി ബേസിസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ വെറും 147 രൂപ മതി. L&Tയുടെ ഒരു ഷെയർ മേടിക്കാൻ വെറും 147 രൂപ മതി. 1,341 രൂപ വേണ്ട.
ഇതാണ് ഷെയർ മാർക്കറ്റിന്റെ അടുത്തൊരു അഡ്വാൻറ്റേജ്. വളരെ ചെറിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. യു വിൽ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് മാർക്കറ്റ്. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് എക്കോണമിയിൽ എന്താണ് സംഭവിക്കുന്നത്, എക്കോണമിയെ നമുക്ക് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ കഴിയും, അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇനി ലെറ്റ് മീ ഷോ യു, നിങ്ങളുടെ ഒരു ഫേവറേറ്റ് കമ്പനി ഉണ്ട്, TCS, ഏറ്റവും വലിയ IT ഫേമുകളിലൊന്നാണ്. ദിസ് ഇസ് എക്സ്പെക്ടഡ് ടു റീച്ച് 7,000. ഇതൊക്കെ ഹൈലി ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. ഇപ്പോഴും നമ്മൾ ഏകദേശം ഹാഫ് വേയിൽ എത്തിയിട്ടുള്ളൂ. ഇനിയും കിടപ്പുണ്ട് ഒരു 3,000-3,500 പോയിന്റോളം അല്ലേ. അങ്ങനെ ഒരുപാട് കമ്പനീസ്. FMCG കീഴടക്കാൻ വരുന്നു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് FMCG ആണ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് FMCG എന്ന് വെച്ചാൽ. ഇനി വിപ്രോ, ഇതെല്ലാം ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഏറ്റവും സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കമ്പനീസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തത്. ഈ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇയർലി നിങ്ങളൊരു ഇൻവെസ്റ്ററായി മാറാൻ. ഇപ്പോൾ സാറുമാരുണ്ട്, ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഒരു ജോബ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഡെയിലി ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കൂ. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇയർലി എങ്ങനെ പോയാലും 35-40 അറൗണ്ട് % റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ. അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ റിസ്ക് എടുത്തിട്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് വെച്ചാൽ ഈ പറയുന്ന പോലെ ജസ്റ്റ് ന്യൂലി ഇൻട്രൊഡ്യൂസ് എന്നാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് കമ്പനീസ്, അങ്ങനത്തെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അങ്ങനത്തെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 60% എബോവ് ആണ് ഗ്രോത്ത്. റിസ്ക് ഉണ്ടെങ്കിൽ റിവാർഡ് ഉണ്ട്, ആ രീതിയിൽ. ഓക്കെ, റിസ്ക് ഉണ്ടെങ്കിൽ നല്ല റിവാർഡ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. വളരെ സേഫ് ആയിട്ട് നോക്കാനാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചിരുന്ന ഇത്രയും കമ്പനീസ് നിങ്ങൾ ഈ പറയുന്ന ഒരു 1 ഇയർ ടൈം പീരീഡിൽ ചെറിയ എല്ലാ മാസവും 1 ഷെയർ 2 ഷെയർ വെച്ച് മേടിച്ച് ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 2-3 ഇയേഴ്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ പോയാലും ലാക്സിന് മുകളിലായിരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തൗസൻഡ്സിലാണ് ഓൾമോസ്റ്റ് 1 ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിലും ഇറ്റ് വിൽ റീച്ച് അറൌണ്ട് ഒരു 3 to 4 lakhs അറൌണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വരും. ഷോർട്ടാണ്. ഓക്കെ, സോ ഒരു എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ദെൻ വാട്ട്സ് ദ പർപ്പസ്? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആദ്യം ചെയ്യാൻ പോകുന്നു, അവർ വിളിച്ചു സാർ ഇന്ന് ഇത്ര റേറ്റിന് കിട്ടും, നമ്മൾ അതിലേക്ക് വീണു പോവുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ. ഇവിടെ എല്ലാ ദിവസവും ഓരോ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു സംതിങ്, നിങ്ങളുടെ UC കോളേജിൽ പഠിക്കുന്ന BCom പഠിക്കുന്ന ഒരു അശ്വിൻ ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഹീസ് 19 years old. ഹീസ് 19 years old. പുള്ളി ഞങ്ങളുടെ ഒരു മെൻറ്ററാണ്. പുള്ളി ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 4 digit അറൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 4 digit അറൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. പുള്ളി ലൈവായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഓരോ കോളുകളാണ്, ലൈവ് അനാലിസിസുകളാണ്. ലൈവായിട്ട് വെച്ചാൽ സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്ററാണ്. പ്ലസ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഓരോ ദിവസം ഓരോ സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാ ദിവസവും എല്ലാവരും ഇവിടെ ട്രേഡ് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് ചിറ്റ് ചാറ്റ്സ്, ജസ്റ്റ് നോർമൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റുഡൻസ് എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, എല്ലാ ദിവസവും ഒരു 4 digit 3 digit ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് 4 digit 3 digit അറൗണ്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. So this person, ഇതിവിടെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു പുള്ളിയാണ്, നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് പുള്ളി. ഹി മേക്സ് അറൌണ്ട് 4 to 5K. പുള്ളിയെ സംബന്ധിച്ച ഷോപ്പിൽ നിന്ന് വരുന്ന റവന്യൂ എല്ലാം പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാണ്. പുള്ളിയുടെ ബാക്കി എക്സ്പെൻസുകളും ബാക്കി ചെലവുകളും ഒക്കെ കഴിഞ്ഞു പോകുന്നത് ഈ ഷെയർ മാർക്കറ്റിലൂടെയാണ്. പുള്ളി ഡെയിലി ബേസിസിൽ ഒരു 4 to 5 digit അറൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഐ വിൽ ഷോ യു അനദർ പേഴ്സൺ. ദിസ് മാൻ, he is a jewelry owner. Okay, നമ്മുടെ കോഴിക്കോട് ബേസിൽ ഒരു ജ്വല്ലറി ഓണറാണ്. ഇത് പുള്ളിയുടെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഒരൊറ്റ ദിവസത്തെ പുള്ളിയുടെ പ്രോഫിറ്റ് ആണ്. 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1,73,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. മോർ ദാൻ 100% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളിയുടെ എല്ലാ പുള്ളിക്ക് വരുന്ന ഫുൾ റവന്യൂ, ആ ഒരു ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സിൽ നിന്ന് പുള്ളിക്ക് വരുന്ന എല്ലാ റവന്യൂവും ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരുപാട് സ്റ്റോക്കുകൾ ഇതുണ്ട്, ഒരുപാട് കമ്പനികളുടെ ഷെയറുകൾ മേടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് കിട്ടുന്ന ആക്റ്റീവ് ഇൻകം ഫുള്ള് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാണ്.
പുള്ളി മകളുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, പുള്ളി വൈഫിന്റെ പേരിൽ ചിലപ്പോൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഷെയറുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിടും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഫ്യൂച്ചർ സേവ് ആവുകയാണ് ചെയ്യുന്നത്. മക്കളുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുടെ എന്താ ബിഹാഫിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ പേരിൽ കുറച്ച് ഷെയറുകൾ പർച്ചേസ് ചെയ്തിടുക. അവരുടെ ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും നല്ല റിട്ടേൺ അവിടെ ജനറേറ്റ് ചെയ്തിരിക്കും എന്തായാലും. ഇതിൽ നിന്നാണ് എല്ലാവരും, ഈ LIC പോലത്തെ കമ്പനീസ് ആണ് ഏറ്റവും കൂടുതൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഈ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമ്മളിവിടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണ് പറഞ്ഞു തരുന്നത്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. 10,000 രൂപ എല്ലാ മാസം കൊടുക്കുന്ന ഒരാൾക്ക് ഫുൾ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇവരൊക്കെ ഈ പറഞ്ഞ മിഡിൽ മെൻസിനെ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഞങ്ങളുടെ ഒരു ഇന്റൻഷൻ വെച്ചാൽ. ഞങ്ങളുടെ ഏകദേശം 1400 മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിനെല്ലാം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെയിലി ട്രേഡിങ്ങിലാണെങ്കിൽ കൂടി എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാ മാസവും ഇതിലൂടെ നടന്നു. ചിലവർക്ക് ഇത് മേജർ ഇൻകം തന്നെയാണ്. ചിലവർ ഇപ്പോഴും പേരൻസിന്റെ ഒക്കെ ഫണ്ട് മേടിച്ചിരുന്നുണ്ട്. പേരൻസ് 10 ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഫണ്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഒരു ഫാദറിന്റെ ഫുൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൾ നമ്മുടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗിലാണ്. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കാണിക്കണം. ദെൻ ഹീൽ ഗെറ്റ് മോർ മണി. ആക്ച്വലി ഹീസ് വെരി എഫിഷ്യൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിൽ അറിയേണ്ടതുണ്ട്. സോ ഫിനാൻഷ്യൽ നോളജ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന കാര്യം എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ ബേസിസിൽ വേണം നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഒരിക്കലും ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു അസറ്റായിട്ട് അപ്പുറത്ത് മാറിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കരുത്, പൈസ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കണം. നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടന്ന് ഗ്രോ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ആ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യണം. അതൊരു പീക്കിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക, എൻജോയ് യുവർ ലൈഫ്. 35-40 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു റിട്ടയർമെന്റ് പ്ലാൻ അങ്ങോട്ട് ഇടുക, അത്രേ ഉള്ളൂ. അതിന് മുകളിലേക്ക് നമ്മൾ പണിയെടുക്കേണ്ട ഒരാവശ്യമില്ല. ആ രീതിയിൽ ലൈഫ് പ്ലാൻ ചെയ്യുക. ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ അതിലൊരു തെറ്റുമില്ല. കാരണം സമയം, ഞാൻ പറഞ്ഞില്ലേ, സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പൈസ തന്നെ തിരിച്ചു കിട്ടും, പക്ഷെ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. അപ്പോഴും നമ്മൾ ആ ഫോർ ഫാദേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന അതേ ക്രൈറ്റീരിയ, ആ സൈക്കിൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് വിഷ് ടു ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഞാനൊരു വ്യത്യസ്തമായ ഒരു പാത തിരഞ്ഞെടുത്തത്. ഓക്കെ, സോ ഇതാണ് ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ എന്ന് വെച്ചാൽ. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒരു ക്രാഷ് വന്നാൽ ഇല്ലാണ്ടാവുന്നതല്ല. നമുക്കിവിടെ ഫോൾ ആയാലും പൈസ ഉണ്ടാക്കാം, റൈസ് ആണെങ്കിലും പൈസ ഉണ്ടാക്കാം. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്, 2000 രൂപയോ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു 200 രൂപ 300 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഈ പറയുന്ന ഷെയർ മാർക്കറ്റിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോകാം. ഒരു ഫുൾ ടൈം കരിയറായിട്ട് ചൂസ് ചെയ്യാനാണെങ്കിൽ അതും ഒരു നല്ല ഐഡിയ ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നിങ്ങളെല്ലാവരും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകത്തിനെ ചാനലൈസ് ചെയ്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ എപ്പോഴും നോക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു UC College. So Akhil sir, actually I'm done for the day.